കർത്താവിന്റെ ഏകപരിസമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ശ്രദ്ധിക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 141 അധ്യായം എന്റെ 1-2 വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസൻ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, എന്റെ പ്രാർത്ഥന തിരുസൻ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് അല്ലെങ്കിൽ സന്ധ്യായാഗമായി തീരട്ടെ. പ്രയോജനം. പ്രഭാതത്തിലെ പ്രാർത്ഥന പോലെ തന്നെ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലേലിയ. പ്രഭാതത്തിൽ ദൈവം നമ്മെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ച് നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ജോലിക്ക് കടന്നുപോയി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവകൃപ അനുഭവിച്ച് തളർന്നു പോകാതെ, ക്ഷണിച്ചു പോകാതെ, മടുത്തു പോകാതെ നമ്മെ ഭവനത്തിലേക്ക് തിരിച്ചു മടക്കി കൊണ്ടുവന്ന് ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുമായി സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നതിന് മുമ്പായി ഹല്ലേലൂയ അന്നത്തെ ദിവസം ദൈവം ചെയ്ത നന്മകളെല്ലാം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത്, അത് ആ സന്ധ്യായാഗത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. ദൈവത്തിന് നന്ദി അർപ്പിക്കുക. അപ്പൊ അതിന് കടപ്പെട്ടവരായിരിക്കണം അല്ലെ നമ്മളെല്ലാവരും എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര തിരക്കേറിയ ശുശ്രൂഷകനായിരുന്നാലും, തിരക്കേറിയ ജീവിതമായിരുന്നാലും, ജോലിയായിരുന്നാലും സന്ധ്യാപ്രാർത്ഥന മുടക്കാൻ പാടില്ല. പ്രൈസ്. നിങ്ങളുടെ പകലത്തെ കഷ്ടപ്പാടുകളുടെ നടുവിൽ നിങ്ങളോട് കൂടിയിരുന്ന് നിങ്ങളെ സഹായിച്ച ആ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രാർത്ഥന തിരുസന്നിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായി തീരട്ടെ. സന്ധ്യായാഗം എന്നത് ഇസ്രായേലിയുടെ വൈകുന്നേരത്തെ നമസ്കാര പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്ത് പുരോഹിതൻ യാഗമായും അവൻ യാഗത്തെ ധൂപമായും കർത്താവിന് നേരെ ഉയർത്തുമ്പോൾ സകല ഇസ്രായേലിൽ കർത്താവിനെ സ്തുതിക്കുമായിരുന്നു. ഹല്ലേലൂയ. സന്ധ്യായാഗം എന്നത് ഇസ്രായേലിന്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയാണ്. ആ സമയത്ത് പുരോഹിതൻ യാഗത്തെ ധൂപത്തെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ സകല ജനങ്ങളും എന്ത് ചെയ്യും? ഒന്നിച്ചാർപ്പെടും. പ്രൈസ്. ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ്. അപ്പം നമ്മൾ വായിച്ചത് വിശുദ്ധ തിരുവഴുത്തിനകത്ത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അപ്പം പഴയ നിയമ ഭക്തന്മാരിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. പ്രൈസ്. പഴയ നിയമത്തിൽ ദാവീദിനെ പോലെ പ്രാർത്ഥിച്ച ഒരു വ്യക്തി നമുക്ക് കാണാനില്ല. കാരണം മടുത്തു പോകാതെ പ്രാർത്ഥിച്ച വ്യക്തി. ഞാൻ ദാവീദിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞപ്പം, ദാവീദിന്റെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ആ വ്യക്തി എന്നോട്, എനിക്ക് ദാവീദിനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഏരിയ ഞാൻ ചോദിച്ചത് വീണ്ടും പറഞ്ഞു, എനിക്ക് ദാവീദിനെ ഇഷ്ടമില്ല, ദാവീദ് പന്ന മനുഷ്യനാണ്, അഴുക്ക മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ കാരണം എന്താ? അദ്ദേഹം ഊരിയാവിന്റെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അവൻ ഊരിയാവിനെ യുദ്ധത്തിന്റെ മുൾമുനയിൽ നിർത്തി, യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തി കൊന്നു കളഞ്ഞു. അദ്ദേഹം ഒരു വല്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞു ദാവീദ്. ലേരിയ. ഞാനത് കേട്ടിട്ട് മറുപടി പറയാൻ അല്പം താമസിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ശരിയാണ്, ദാവീദ് അഴുക്ക് മനുഷ്യനാണ് നിങ്ങൾ പറയുന്നെങ്കിലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ദാവീദ്, നിങ്ങൾ അദ്ദേഹം മോശയാണ്, പൊട്ടയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തെ നല്ലവനായിട്ട് കണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന് നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആ പ്രാരംഭത്തിൽ പറയട്ടെ, ലോകത്തിന് നിങ്ങളെ വെറുപ്പായിരിക്കും, പക്ഷെ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ദാവീദിനെ അവർ വെറുത്തത് ഊരിയാവിന്റെ ഭാര്യയെ ജീവിതത്തെ സ്വീകരിച്ചത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് ലോകത്തിലുള്ള ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്നവർ, മത നേതാക്കന്മാർ, സാമൂഹ്യ സംസ്കാര ചരിത്ര മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, ഹല്ലേലൂയ, ഭരണപ്രതിപക്ഷ പാർട്ടികൾ, സകല ജനങ്ങളും മറ്റൊരാളിന്റെ നന്മ ആഗ്രഹിക്കാത്ത, മറ്റൊരാളിന്റെ വസ്തു ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
ഈ ഭൂമിയിൽ മറ്റൊരാളുടെ ഭാര്യ അന്യസ്ത്രീയെ മോഹിക്കാത്ത, അല്ലെ മറ്റ് ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ മോഹിച്ചതുപോലെ തന്നെ മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കാത്ത, മറ്റൊരു സ്ത്രീയെ മോഹിക്കാത്ത ഒരു പുരുഷൻ ഈ ഭൂമിയിലില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങളാ ഏറ്റവും വലിയ പാപി എന്ന് പറയുന്നത്. കാരണം ഇത് ഭൂമിയിൽ നിൽക്കുക. പിന്നെ ദാവീദിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദാവീദിനെ ഇവിടെ പാപം ചെയ്തിട്ടും ദൈവം മാനിച്ചെങ്കിൽ ദാവീദിലൂടെ പാപം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അല്ലേരിയ. ദാവീദ് ആ ചെയ്ത തെറ്റുമുഖാന്തരം ദൈവസനിൽ കുറ്റം സമ്മതിക്കുകയും ദൈവസനിൽ നെടുപ്പാട് വീണ് അപേക്ഷിക്കുകയും ദൈവത്തോട് നിരപ്രാപിക്കുകയും ചെയ്തെങ്കിലും ദാവീദിന്റെ ഭവനത്തിൽ വാൾ മാറിപ്പോകുകയും ദൈവം പറഞ്ഞിരുന്നു. അത് ദാവീദിന്റെ തലമുറയിലൂടെ കാണാൻ നമുക്ക് കഴിഞ്ഞു. അല്ലേരിയ, സ്തോത്രം. എന്നാൽ ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ, അല്ലേരിയ, ദാവീദിന്റെ സന്തതി പരമ്പരയിലൂടെ ജനിക്കപ്പെട്ട യേശുക്രിസ്തുവിലൂടെ അതിന് നമുക്ക് പരിഹാരമുണ്ട്. അപ്പൊ നമുക്ക് ദാവീദിലൂടെ ആ കുറ്റങ്ങൾ നമുക്ക് വെളിപ്പെടുത്തത്. ഈ കാലങ്ങളിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അന്യ പുരുഷന്മാരുടെ, അന്യഭവനത്തിലെ അന്യരുടെ ഭാര്യയെ മോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു ചിന്തയാണത്. അല്ലെ, അങ്ങനെ കാണണതിന് പ്രവേശിച്ചോ. അപ്പൊ ഞാൻ ആ സഹോദരിയോട് പിന്നെ പറഞ്ഞു, മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കാത്ത, മറ്റൊരാളുടെ പുരുഷനെ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഒരു പുരുഷനും ഭൂമിയിലില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് 100% യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളെല്ലാം ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾക്കകത്ത് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ എന്നെ ഒഴിവാക്കില്ല, എല്ലാവരും കൂടെ കൂട്ടിയാ പറയുന്നേ. നിങ്ങൾ അതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞു എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ രീതിയും ഭാവവും നോട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ജീവിത സാഹചര്യം. പ്രൈസറോ അല്ലെങ്കിൽ ഈ രക്തം ചെയ്യും. അപ്പൊ ദാവീദിനെ ഇഷ്ടമില്ലാത്ത അനവധി ആളുകളുണ്ട്. പക്ഷെ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയെങ്കിൽ ശക്തനായ പ്രാർത്ഥന മനുഷ്യൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അനുദവിച്ച് ദൈവത്തിൽ മടങ്ങി വന്ന് പ്രാർത്ഥിച്ച തെറ്റുകൾ തിരുത്തി പിന്നത്തെ ജീവിതം വിശുദ്ധമായി ജീവിച്ചവൻ മനുഷ്യൻ. ഇന്നത്തെ കാലത്തെ മനുഷ്യനല്ലേ, തെറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുക, വീഴുക എഴുന്നേക്കുക, വീഴുക എഴുന്നേക്കുക. അതാണ് ഇന്നത്തെ മനുഷ്യൻ. അല്ലേലിയ. അപ്പൊ ഇവിടെ പ്രാർത്ഥനയിൽ അവൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ദൈവിക സാന്നിധ്യമാണ്. ദാവീദ് പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുക ഏറ്റവും ദൈവിക സാന്നിധ്യം. അതാ 1-ാം വാക്യം. അല്ലേലിയ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഭക്തൻ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന, യാചിക്കുന്ന, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യ അല്ലേരിയ, ഒരു പ്രാർത്ഥന വീരൻ എന്ന് പറയുന്നത്. അല്ലേരിയ. അപ്പൊ തന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരുന്ന ധൂപമായി സന്ധ്യായാഗമായി തീരട്ടെ എന്ന് 2-ാം വാക്യത്തിൽ പറയുക. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയും സ്തോത്രവും ധൂപമായി ദൈവസന്നിധിക്ക് ഉയരും എന്ന് ദൈവവചനം പറയുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള പ്രാർത്ഥന, സ്തോത്രങ്ങൾ, സ്തുതികൾ, അല്ലേലിയ, അത് ധൂപമായും യാഗമായും ദൈവസന്നിധിക്ക് ഉയർത്തപ്പെടുന്നു. അത് ദൈവം സ്വീകരിക്കുന്നു, ആ യാഗത്തിൽ പ്രസാദിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ള പ്രാർത്ഥന. അല്ലേലിയ, സ്തോത്രം. ഇവിടെ അല്ലേലിയ, വായും നാവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. വായും നാവും സൂക്ഷിച്ച് നമ്മുടെ വായും നാവും ദോഷത്തിലേക്ക് പോകാതെ ദോഷത്തിൽ നിന്ന് അകന്നിരിക്കുക എന്നുള്ളത്, നമ്മുടെ നാവിനെ കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അല്ലേലിയ. അതുകൊണ്ടാണ് നമ്മൾ ഈ 39-ാം സംഗീതം ദുഷ്ടനെമ്പിന്റെ മുമ്പിലിരിക്കുക എന്റെ വായിക്ക് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മുടെ വായും നാവും കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നില്ലെങ്കിൽ അപകടങ്ങൾ വരുത്തി വെക്കും. അല്ലേലിയ. പലരുടെയും വാക്കുകളാണ് അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. പലരും വായും നാവും സൂക്ഷിക്കാതെ ചാടി കീറി ഉത്തരം പറഞ്ഞ് അതിനകത്ത് പിന്നെ കത്തിക്കുത്ത് കൊലപാതകം വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്നും അതല്ലേ നടക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് നമ്മുടെ യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ 1:19 നിങ്ങൾ വായിച്ചു നോക്കണം. കേൾപ്പാൻ വേഗതയും അല്ലേലിയ പറവാൻ താമസം ഉണ്ടായിരിക്കട്ടെ എന്ന്. അല്ലേലിയ. ഏത് കാര്യം അത് ശ്രദ്ധയോടെ കേൾക്കണം. പക്ഷെ അത് പറയണമെങ്കിൽ പ്രാർത്ഥനയോടെ വേണം പറയാൻ. അല്ലെങ്കിൽ അത് വളരെ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ധൂപമായും തന്റെ കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായും. അതുകൊണ്ട് സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞ കേൾക്കുന്ന സ്നേഹിതരെ.
ആമീൻ. ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ക്ലേശങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. പെരുവെള്ളം നിനക്ക് നേരെ ആചരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന സന്ധ്യായാഗത്തെ ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീണാലും അതിനെ വെള്ളം ഇരച്ച് കരങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നവരൊന്നിനെ ഭയപ്പെട്ടേ അല്ലേരിയോ. ഒരു നദി കൊണ്ട് അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അല്ലേരിയ ആമീൻ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിക്കും. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുരുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഈ 146 സങ്കീർത്തനമൊക്കെ പറയുന്നത് ഒരു വലിയ വിടുതലിന്റെ സങ്കീർത്തനമാണ്. അല്ലേരിയ. ദൈവം ചെയ്ത ഉപകാരങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പൊ 2-3 വാക്യങ്ങളിൽ പറയുന്ന പ്രകൃതി ശക്തികൾ ഇളകി മറിഞ്ഞാലും ദൈവത്തിന് ആശ്രയിക്കുന്നവൻ നിർഭയമായിരിക്കും. പ്രകൃതി കൊടുങ്കാറ്റുകൊണ്ടും പേമാരി കൊണ്ടും ചുഴൽക്കാറ്റുകൊണ്ടും ജലപ്രളയം കൊണ്ടും ഉരുൾപൊട്ടൽ കൊണ്ടും നാശനഷ്ടങ്ങൾ കൊണ്ടും ഒക്കെ കടപുഴുകി മരങ്ങൾ വീണാലും പ്രകൃതി താണ്ഡവമാടിയാലും ലേരിയ സകലത്തെയും നശിപ്പിക്കും വിധത്തിൽ കാറ്റും കൂളും ആചരിച്ചു അവ ചുഴലിക്കാറ്റുകളും മറ്റു പെരുക്കാറ്റുകളും വന്ന് മരങ്ങളെ ചുഴറ്റി വട്ടത്തിൽ ഒടിച്ചു കളഞ്ഞാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നിർഭയമായി വസിക്കും. പ്രൈസലോ. ദൈവത്തിന് ആശ്രയമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ കടന്നു വരാം. ലേരിയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ദൈവസനിൽ നിന്റെ പ്രാർത്ഥന ധൂപമായി നിന്റെ കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായും അത് ദൈവത്തിന് കൊടുക്കുന്ന യാഗമാണെങ്കിൽ അല്ലേരിയ നിന്റെ നാവ് കൊണ്ട് നീ ദോഷം പറയത്തില്ല, നിന്റെ കൈകൾ കൊണ്ട് നീ ദോഷം പ്രവർത്തിക്കത്തില്ല. ഈശ്വരോ. അല്ലേരിയ. പണ്ട് എന്റെ ചെറുപ്രായം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഞാൻ 36 വയസ്സിലാണ് കർത്താവ് യേശുവിനെ അറിയുന്നത്. അതുവരെ ഞങ്ങളുടെ പള്ളിയിലായിരുന്നു. അല്ലേരിയ. മുഴുത്ത മദ്യപാനിയായിരുന്നു. മുഴുത്ത മദ്യപാനി, ഭയങ്കരമായി പുക വലിക്കുന്ന വ്യക്തി. ലേരിയ. ഏകദേശം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പുക വലിക്കുന്ന, ചുണ്ടയിൽ നിന്ന് പുക വീടി മാറ്റത്തില്ല, സിഗരറ്റ് മാറ്റത്തില്ല. മദ്യം അന്ന് ഞാൻ പറയുമായിരുന്നു അല്ലേരിയ, മദ്യമില്ലാതെ പുകയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ കഞ്ചാവ്, ചരസും കറുപ്പും അല്ലേരിയ ഹഷിഷ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യാജങ്ങളുണ്ട്. അതൊക്കെ രുചിച്ചും ടേസ്റ്റും ചെയ്ത് നടന്ന് കൈക്ക് വിറയൽ പിടിച്ചു. അല്ലേരിയ. ആ സമയത്ത് ഞാൻ രാവിലെ കടകളിൽ ചെല്ലുമ്പം എനിക്ക് ചായ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയില്ല, നീ പോയി ചാരായം കുടിച്ചിട്ട് വന്ന് നീ ചായ കുടിക്കാൻ പറയും. കാരണം കൈ വിറയ്ക്കുമായിരുന്നു. അല്ലേരിയ. എന്നാൽ ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞപ്പോഴുണ്ടല്ലോ, എൻ്റെ കർത്താവിനെ അറിഞ്ഞപ്പോൾ, എൻ്റെ കർത്താവിൻ്റെ സന്നിധി എൻ്റെ അത്തരങ്ങൾ കൊണ്ട്, എൻ്റെ വായി നാവും കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവസന്നിധിക്ക് ധൂപമായും എൻ്റെ കൈകളെ മലർത്ത സന്ധ്യായാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, എന്ത് സംഭവിച്ചെന്നറിയാമോ? എൻ്റെ അന്നത്തെ ജീവിതത്തെ ദൈവം മാറ്റിയിട്ട് ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ സുദിനങ്ങൾ തന്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ നാവുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. എന്നിൽ അടങ്ങിയിരുന്ന സാത്താന്യ ശക്തിയെ, ആ പിശാചിന്റെ പ്രവൃത്തി എന്നിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. അല്ലേരിയ. ഈ ചാരായം കുടിക്കാൻ പറയുന്നത്, മദ്യം കുടിക്കാൻ പറയുന്നത് പിശാച് പറയുന്നതാ കേട്ടോ, ദൈവം പറയുന്നതല്ല. അല്ലേരിയ. കഞ്ചാവ് അടിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും അന്യന്റെ ഭാര്യയെ മോഹിക്കാനും ഒക്കെ പറയുന്നത് സാത്താൻ പറയുന്നതാ. അല്ലേരിയ. അത് ദൈവാലോചനയല്ല, സാത്താന്റെ ആലോചനയാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ജീവിതത്തിൽ കളങ്കമേൽക്കാതെ, തെറ്റുകൾ പറ്റാതെ നീ മടങ്ങി വന്നതിന്റെ വായും നാവും കാത്തു സൂട്ടിന്റെ കൈകളെ നീ സന്ധ്യ മലർത്തുമ്പോൾ അത് ദൈവത്തിന് സന്ധ്യായാഗമായി തീരണം. നിന്റെ കൈകൾ വിശുദ്ധമായി ദൈവത്തിന് മലർത്തണം. ഇന്ന് പലരുടെയും കൈകളിൽ ചോരയുടെ കറകളാ, പാപത്തിന്റെ കറകളാ, അഴിമതിയുടെ കറകളാ, കൈക്കൂലിയുടെ കറകളാ. അല്ലേരിയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ല, 50 ആളുകൾ സുഖിച്ച് സുഖലോരുപ്പോ ജീവിതം നയിക്കാൻ വേണ്ടി ഒരു വീടിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരക്കണക്കിന് കോഴ വാങ്ങി ശ്രമിച്ച പിടിയിലായി. അതും പോരാഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ടും അതും കണ്ട് മനസ്സിലാക്കാതെ വീണ്ടും അഴിമതിയുടെ കൈക്കൂലിയുടെ കറപുരണ്ട കരങ്ങൾ കൊണ്ട് ഓൺലൈനിലൂടെ അല്ലെ ഗൂഗിൾ പേയിലൂടെ 1000 രൂപ കൈക്കൂലി മേടിച്ചൊരു പിടിയിലായി. പറഞ്ഞ ഭൂമിയിലെ അഴിമതി നിറഞ്ഞ കറപുരണ്ട കാലിയ ചെളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന കരിച്ചന്തയുടെ അല്ലെങ്കിൽ രക്തത്തിന്റെ കറപുരണ്ട കരങ്ങളാണ് ഭൂമിയിലെ മനുഷ്യന്റെ കരങ്ങൾ എന്ന് പറയുന്നത്. അല്ലേരിയ.
അപ്പൊ നിങ്ങളുടെ കരങ്ങളെ കഴുകി വെടിപ്പാക്കി എങ്ങനെ ഈ ഭൂമിയിലുള്ള പച്ചവെള്ളത്തിൽ കഴുകി വെടിപ്പാക്കുക എന്നുള്ളതല്ല, അത് നല്ലതാണ്. ഈ ഭൂമിയിലെ വില കൂടിയ സോപ്പുകൾ കൊണ്ട് നിങ്ങളുടെ കൈകളെ നല്ല വെള്ളത്തിൽ കഴുകി വെടിപ്പാക്കിയാലും ആ കൈകളിൽ കറയുണ്ട്, അഴിമതിയുണ്ട്, കൈക്കൂലിയുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ഭരണാധിപന്മാരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ, അവർ നല്ല വെള്ളത്തിൽ കൈ കഴുകി നല്ല സോപ്പിട്ട് കൈ കഴുകി നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് കൈക്ക് നല്ല വാസനയായിട്ട് വരുമ്പോഴാണ് ഒരാൾ പെർമിഷൻ ചെല്ലുന്നത്. ഒരു ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടി, ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് പെർമിഷന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെല്ലുമ്പോൾ ആ കഴുകി കൊണ്ടുവന്ന കൈ, ആ പെർഫ്യൂമൊക്കെ അടിച്ച കൈ എന്ത് ചെയ്യും? കൈക്കൂലിക്ക് വേണ്ടി നേടും. അപ്പം ഭൂമിയിലുള്ള സകല മനുഷ്യന്റെ കരങ്ങൾ എന്താ? കറ പുരണ്ടതാ, കരി പുരണ്ടതാ. ഹല്ലേലൂയ. എന്നാൽ ദാവീദിന്റെ കറ പുരണ്ട, കരി പുരണ്ട, പാപം നിറഞ്ഞ ആ കൈകളെ ദൈവം എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. എങ്ങനെ ശുദ്ധീകരിച്ചു? ദൈവവചനത്തിലൂടെ. പുതിയ നിയമത്തിൽ എങ്ങനെയാണ് കൈകളെ ശുദ്ധീകരിക്കുന്നത്? യേശു കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മുടെ കൈകൾ കഴുകണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ രക്തം കൊണ്ട് കൈകൾ കഴുകുക എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കാം, അന്ന് കാൽവറിയിൽ യേശു മരിച്ച് അന്ന് രക്തം ചൊരിച്ചിട്ട് ആ രക്തത്തോടുണ്ട് അവിടോട്ട് പോയി കഴുകാൻ പറ്റുമോ? അവിടെ പോയി കഴുകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന്റെ, നിന്റെ അകൃത്യത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ അന്ന് കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തമുണ്ടല്ലോ, ആ ക്രൂശിലെ രക്തം അത് ദുർഗന്ധം പമിക്കുന്നതല്ല, ദ്രവിച്ചു പോകുന്നതല്ല, മാറിപ്പോകുന്നതല്ല, നിലനിൽക്കുന്നതാണ്. ജീവന്റെ രക്തമാണ്, ജീവനുള്ള രക്തമാണ്. ആ രക്തത്താൽ വിശ്വാസത്താൽ ഹൃദയത്തിലെ വിശ്വാസത്താൽ നിന്റെ കരങ്ങളെ നീ കഴുകുമ്പോഴാണ് അല്ലെങ്കിൽ നിന്റെ കരങ്ങൾ വെടിപ്പായി മാറുന്നത്. വിശ്വാസത്താൽ. വിശ്വാസം എന്നത് വാശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമായി വിശ്വാസത്താൽ നീ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ രക്തം നിന്റെ കറകളെ പോക്കി ശുദ്ധീകരിക്കും, രക്തം ചെയ്യും. പിന്നെ നിന്റെ കരങ്ങൾ കൊണ്ട് പാപം ചെയ്യരുത് കേട്ടോ. ഹല്ലേലൂയ. മാതാപിതാക്കൾക്കെതിരെ കൈയെടുത്തിട്ട്, അല്ലെങ്കിൽ മക്കൾക്കെതിരെ കൈയെടുത്തിട്ട്, ആമ കൈക്കൂലി വാങ്ങിയിട്ട്, മറ്റൊരുവന്റെ സാധനം മോഷ്ടിച്ചിട്ടൊക്കെ നീ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ നിന്റെ കൈകൾ മലർത്തുന്നത് സന്ധ്യാഗമായി തീരത്തില്ല. ഞാൻ ഇന്നലെ രാവിലെ സമയം ടൗണിലേക്ക് നടന്നു പോകുമ്പോഴേ ഹല്ലേലൂയ ഞാനൊരു കാഴ്ച കണ്ടു. ഹല്ലേലൂയ. ഒരുവന്റെ പറമ്പിൽ നിന്ന് വീണ, തെങ്ങിൽ നിന്ന് വീണ 2 തേങ്ങയോ 3 തേങ്ങയോ ഇട്ട് റോഡ് സൈഡിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതുവഴി വന്ന ഒരു സഹോദരി, ക്രൈസ്തവ സഹോദരിയാണ്, പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ആ കുടയൊക്കെ മടക്കി വെച്ചിട്ട് ആ തേങ്ങ 3 പറക്കിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പുറകോട്ട് തിരിഞ്ഞു നോക്കി, അവരെന്നെ ഒന്ന് നോക്കി, ഞാനും കണ്ടു, അവരും കണ്ടു. ഹല്ലേലൂയ. ഞാൻ അന്നേരം എന്റെ മനസ്സിൽ വന്നത്, മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുതൊക്കെ ഉണ്ടല്ലോ 10 കൽപ്പന. ഈ 10 കൽപ്പന പഠിച്ചിട്ടും മോഷ്ടിക്കുക, അന്യന്റെ മുതൽ അപഹരിക്കുക. പിന്നെ വൈകിട്ട് എന്നിട്ട് രാവിലെ പള്ളിയിൽ ചെന്ന്, വൈകിട്ട് പള്ളിയിൽ ചെന്നിട്ട് നിന്റെ പ്രാർത്ഥന, നിന്റെ വായും നാവും കൊണ്ട് നീ ദൈവത്തിന് നിലവിളിക്കാൻ ധൂപമായോ നിന്റെ കൈകളെ മലർന്ന സന്ധ്യാഗമായി തീരത്തില്ല. കാരണം നിന്റെ കരങ്ങളിൽ പാപത്തിന്റെ മോഷണത്തിന്റെ കറയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കരങ്ങൾ കൊണ്ട് നീ എടുക്കരുത്. വഴിയിൽ തേങ്ങ കിടപ്പുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെന്നേ, വഴിയിൽ മാങ്ങയുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ, നീ പിറക്കാൻ പോകരുത്. നീ ഒരു ക്രൈസ്തവനാണ്, പിറക്കരുത്. നിന്റെ കൈകൾ കൊണ്ട് നീ ബ്രാൻഡിക്കടയിലും കള്ളുഷാപ്പിലും പോയിരുന്നു, ബാറിലും പോയിരുന്ന് കള്ളെടുത്ത് കുടിച്ചിട്ട് വൈകിട്ട് നിന്റെ കൈകളെ മലർത്തിയാൽ അത് ദൈവം കാണുന്നില്ല. കറപുരേണ്ടത് അതിന്റെ കരം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അന്യന്റെ ഭാര്യയുടെ ശരീരത്ത്, അന്യന്റെ വീട്ടിലെ കുട്ടിയുടെ ശരീരത്ത് കൈവച്ചിട്ട് നീ കൈകളെ മലർത്തിയാലും പാപമാ. ഹല്ലേലൂയ. ഇതിനകത്തൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. മോഷ്ടിക്കുക എന്ന് പറഞ്ഞ ഭയങ്കര പാപമാണ്, ദൈവം വെറുക്കുന്ന പാപമാണ്. പക്ഷെ 10 കൽപ്പനയൊക്കെ തട്ടി മാറ്റി, തട്ടി തിരിച്ച് കൂട്ടി, അതിനകത്ത് വ്യത്യാസമൊക്കെ വരുത്തി മനുഷ്യനെ പറഞ്ഞ് കബളിപ്പിച്ച് 10 കൽപ്പനയുടെ പ്രശസ്തി മാറ്റിക്കളഞ്ഞിട്ട് ആ 10 കൽപ്പന വ്യാജമായി പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ അന്യന്റെ തേങ്ങ പറക്കിയത്. ഹല്ലേലൂയ. കൽപ്പനയായിട്ടാണ് പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പാപം ചെയ്യില്ല, രക്തം ചെയ്യും. പ്രവേശനം. നിങ്ങൾ മോഷ്ടിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം, ദൈവം നമുക്ക് സങ്കേതവും കോട്ടയുമായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം, ദൈവത്തിന് ആശ്രയിക്കുന്ന നിലനിൽക്കും. 2001 ഗുജറാത്തിലും അഫ്ഗാനിസ്ഥാനിലും ചൈനയിലും ഉണ്ടായ ഭയാനകമായ ഭൂകമ്പവും പിന്നീട് ഒറീസയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റും പല സ്ഥലത്തും ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളും ഭീതിജനകമാണ്.
അല്ലെങ്കിൽ സ്തോത്രം 18 നമ്മുടെ കേരളത്തിൽ നടന്ന ആ വലിയ ജലപ്രളയം, അത് ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ജലപ്രളയമായി മാറി. അങ്ങനെ സകലത്തിൽ തകർത്ത് കളഞ്ഞപ്പോഴും പലതും തകർന്നടിഞ്ഞ് വെള്ളത്തിനടിയിൽ പോയപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവഭക്തന്മാർ നിർഭയമായിരുന്നു. ഹല്ലേലൂയ. അവർ ദൈവസന്നിധി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് വേദപുസ്തകം പറഞ്ഞു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ഭക്തന്റെ വായും നാവും കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന ദൈവസന്നിധിക്ക് ക്രിസ്തുവിന്റെ ധൂപമായും അവന്റെ കൈകളെ മറന്ന സന്ധ്യായാഗമായി ചെന്നത് ദാവീദ് നമുക്ക് വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ പ്രാർത്ഥനയെ ദൈവം സ്വീകരിച്ചു. രക്തം ജയം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വരണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നത് ജൽപ്പനമാ. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന പല പ്രാർത്ഥനകളും പലതും നിങ്ങൾ ചെയ്യുന്ന ജൽപ്പനമാ. ദൈവത്തോടുള്ള പ്രാർത്ഥന, യേശുവുള്ള പ്രാർത്ഥന ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് പുറത്തു വരുന്ന, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉത്ഭവിക്കുന്നത് നിങ്ങളുടെ വായും നാവും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അതരാർപ്പണം അല്ലെ, അതരത്തിന്റെ അർപ്പണം, അത് സ്തോത്രയാഗം, അത് ദൈവത്തിന് കൊടുക്കണം. അല്ലേ സ്തോത്രം. അല്ല നമ്മൾ കുറച്ച്
അത് ദൈവത്തിന്റെ യഹോവയുടെ ധൂപമായും തന്റെ കൈകളെ സന്ധ്യായാഗമായി തീർന്നപ്പോൾ ആമീൻ ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് പ്രവാചകനായ ശമൂവേലിനെ കുറിച്ച് ആമി 1 ശമൂവേൽ 15:15 വായിക്കണം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ആമി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, മൂന്നാമതെന്ന് പറയുന്നത് സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ആമി ലൂക്കോസ് സുവിശേഷം 6-11 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു രാത്രി മുഴുവൻ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ ഇറങ്ങി വന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് ആരാണ്? യാക്കോബ്. മുഴുവൻ രാത്രി പ്രാർത്ഥന. നാമി ശമൂവേല്, നമ്മുടെ കർത്താവ്. ഇന്നത്തെ കാലഘട്ടം നിനക്ക് മുഴുവൻ രാത്രി പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ? മുഴുവൻ രാത്രി പ്രാർത്ഥനയുടെ മാധുര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ മുഴുവൻ രാത്രി പ്രാർത്ഥന വിളിച്ചു കൂട്ടിയിട്ട് ആമി 9 മണിക്ക് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ 6 മണിക്ക് തുടങ്ങി നീണ്ട പ്രസംഗം കഴിഞ്ഞിട്ട് അവസാനം 15 മിനിറ്റ് അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് അല്ലേരിയ ആ പ്രാർത്ഥന ക്ലോസ് ചെയ്യത്തില്ല. മുഴുവൻ രാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രസംഗമല്ല കേട്ടോ. അവരങ്ങനെ പ്രാർത്ഥിച്ചു, അവരിങ്ങനെ പ്രാർത്ഥിച്ചു, നീ അതുപോലെ അങ്ങനല്ല. മുഴുവൻ പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം പ്രാർത്ഥന, എന്തെല്ലാമാണ് ആവശ്യങ്ങൾ പറഞ്ഞു കൊടുത്തത് പറഞ്ഞവരെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു വലിയ നീണ്ട പ്രസംഗം നടത്തി കഴിഞ്ഞിട്ട് പിന്നൊരു ഇടവേള, പിന്നൊരു തീറ്റയും കൂടിയും, മുഴുവൻ രാത്രിയല്ല തീറ്റയും കൂടിയും, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 12, 11:30 ഒക്കെ ആവും, 11 മണിയൊക്കെ ആവും. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ദേവദാസന്മാർക്ക് അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും അന്തരത്തിനുള്ള പ്രേരണയൊക്കെ നഷ്ടപ്പെട്ടു. ഇന്നത്തെ മുഴുരാത്രിയൊക്കെ അങ്ങനെ. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ മടങ്ങി വരണം. ഇവിടെ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ പ്രാർത്ഥന തിരുസന്നി ധൂപമായി എന്റെ കൈകളെ സന്ധ്യായാഗമായി തീരട്ടെ. അത് ഇന്നു മുതൽ എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യാക്കോബ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, പോരാടി പ്രാർത്ഥിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, നീ വിട്ടുകയില്ല എന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. മുഴുവൻ രാത്രി പ്രാർത്ഥന. യാക്കോബ് ദൈവത്തിന്റെ പ്രഭു എന്ന അർത്ഥമുള്ള ഇസ്രായേൽ എന്ന പേര് വരെ മാറിക്കെട്ടി. അനുഗ്രഹങ്ങൾ കൈവശമാക്കി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച അടുത്ത പ്രാർത്ഥന വീരൻ ശമൂവേല. ഹല്ലേലൂയ. ശൗലിനെ രാജാവ് വാഴിച്ചതിൽ കർത്താവ് മനസ്താപപ്പെട്ടു എന്നറിഞ്ഞ് ആമേ ശമൂവേൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് 1 ശമൂവേൽ 15:15 കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, നീ ഇന്ന് മുതൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് ചേർന്നിരിക്കണം. നിന്റെ പ്രാർത്ഥന ധൂപമായി, നിന്റെ കൈകളും സന്ദേഹമായി ദൈവസന്നിധി ചെല്ലട്ടെ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. തെറ്റുകൾ തിരുത്തി മടങ്ങി വന്നത് ഇത് അനുദപിച്ചതുപോലെ അനുദപിച്ച് മടങ്ങി വരുന്നെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.3 കോടി ജനങ്ങൾ തലമുറകൾ നടത്തിപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടിയിലധികം ജനങ്ങൾ തലമുറ നടത്തിപ്പെടാത്ത ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി, രാജ്യരാഷ്ട്ര തലമുറക്കായി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ പ്രദേശ പാർട്ടി, എല്ലാ മത സാമൂഹിക സംസ്കാരം, മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ അടക്കം എല്ലാ മേഖലയിലും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത് വരെ പാർക്കുന്നവരെ, ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർദ്ധക്യത്തിലും അനുഭവത്തിലും അസമയാച ഓർമ്മ ചോട്ട തടവറയിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. പാപത്താലും ശാപത്താലും അഴിമതിയാലും കരിഞ്ഞതാലും അമേലുരിയ മനുഷ്യന്റെ കുറുക്കുഴിയാലും പിടിച്ചുപോലെ മോഷണം, കള്ളപ്പലിശയും കൊള്ളക്കാരും അലുരിയ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും പെരുക്കുന്ന രക്തച്ചൊരിച്ചിലുകൊണ്ട് കർത്താവ് ഭൂമി വിടുമ്പോൾ കുടുംബത്തിനകത്ത് സമാധാന സന്തോഷമില്ലാതെ മറ്റൊരുവിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് ഭാര്യയും നമ്മി ഭൂമിയിൽ കയ്യേറ്റങ്ങൾ നടത്തുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തര മനുഷ്യൻ കർത്താവ് ദൈവസൻ വ്യാജമായി പ്രാർത്ഥന കഴിക്കാതെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും നിർവാർത്ഥമായി വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കേണ്ടനായി ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപം കൊണ്ട് ഭൂമി മുഴുവൻ നിറയപ്പെട്ട് നാം ഈ രാഷ്ട്രത്തിനും മതത്തിനും വേണ്ടി തമ്മിലടിച്ച് വിറകിൻ രക്തം ചൊരിയുന്ന ഈ കാലഘട്ടത്തിൽ ആമെ കാറപുരണ്ട കരങ്ങളുമായി കാറപുരണ്ട നാവുമായി ഭാര്യരും ദൈവത്തിലേക്ക് കടന്നു പ്രാർത്ഥിക്കുന്നത് അത് ദൈവം കേൾക്കുന്നില്ല. ഭാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നിരുന്ന ദൈവത്തിന് ഇഷ്ടം ചെയ്തൊരു പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്ന തിരിച്ചറിവോടെ ജനമാനസാന്തരം അടങ്ങിനും പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന നോമ്പരപ്പെടുന്ന ഭാരം വഴി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതത്തിൽ കഷ്ടം സാമ്പത്തിക ഞെരുക്കുക കടന്നു പോകുന്ന വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെ ഭാവി വിദേശ ജോലിയുടെ പെർമിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന അനവധി ആളുകളുടെ ജീവിതത്തിൽ വളരെ ദുഃഖത്തോടെ കടന്നു വളരെ ആളുകൾ വേദന വയ്ക്കുന്നവർ കഷ്ടത്തിൽ കടന്നു പോകുന്ന ശൈശവത്തിൽ മാലി കൗമാരി യൗവനത്തിലും വാർത്തയും ധ്യാനം വൃത്തിരി വശം യാചർ ഓർമ്മ ചോട്ടലും തടവറയിലയക്കുന്ന പ്രിയപ്പെട്ട എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ചിലം മടങ്ങി വരട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും പരമശം ലഹരി ഉപയോഗിക്കുന്ന വായുനാവുമായി കൈവായി മാറാതെ കർത്താവേ തിരുവചനം എടുത്തുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ എഴുതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലമുഖത്ത് വിടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.